ഹായ് എവരി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ വന്നിട്ടില്ലായിരുന്നു, കുറച്ച് തിരക്കായിപ്പോയി. അപ്പം നമുക്ക് എന്തായാലും മെല്ലെ മെല്ലെ നെറ്റ്വർക്കിങ്ങിൽ നിന്ന് പാർട്ടിലേക്ക് നമുക്ക് കയറി വരാം. അധികം ബോറടിപ്പിക്കാണ്ട് പെട്ടെന്ന് നമുക്ക് തിയറി പഠിക്കാം. സോ നമ്മളിന്ന് നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻമാപ്പിനെ കുറിച്ചായിരിക്കും. എൻമാപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ എൻമാപ്പിന്റെ ഒരു ചെറിയ പ്രാക്ടിക്കൽ, പിന്നെ TCP, UDP, പ്രോട്ടോകോൾസ്, പോർട്സ്, ഇതൊക്കെയായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് മെല്ലെ മെല്ലെ നെറ്റ്വർക്കിലേക്ക് വന്നാലാണ് നിങ്ങൾ ചോദിക്കുന്ന പോലെ വൈഫൈ എങ്ങനെ ഹാക്ക് ചെയ്യാം, പോർട്ട് ഫോർവേഡിങ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും നെറ്റ്വർക്കിംഗ് പഠിച്ചു തുടങ്ങാം അല്ലേ. ഓക്കെ, എൻമാപ്പ് ഞാൻ പലപ്പോഴും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻമാപ്പിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇപ്പോഴാണ് എൻമാപ്പിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് അത് നെറ്റ്വർക്കിന്റെ ഒരു സെക്ഷൻ വരും, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചത്. അപ്പം നമുക്ക് എന്തായാലും എൻമാപ്പ് എന്താണെന്ന് നോക്കാം. എൻമാപ്പ് ഷോർട്ട് ഫോം നെറ്റ്വർക്ക് മാപ്പർ is an open source tool used for network discovery and security auditing. Ethical hackers, system admins and cybersecurity professionals use it to scan network, find devices, open ports and detect service running on a system. എൻമാപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. എന്തിന്? അതായത് നെറ്റ്വർക്ക് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആരൊക്കെ യൂസ് ചെയ്യും? എത്തിക്കൽ ഹാക്കേഴ്സ്, സിസ്റ്റം അഡ്മിൻസ്, സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് യൂസ് ചെയ്യും. പിന്നെ എൻമാപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈനിലുള്ള ഡിവൈസ് ഒരു നെറ്റ്വർക്ക് സ്കാൻ ചെയ്യാൻ, അതിൽ എത്ര പോർട്ട് ഓപ്പൺ ആണ്, അതിന്റെ സർവീസ് റണ്ണിങ് വെർഷൻ ഏതാണ് എന്നൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതായത് എൻമാപ്പ് നമ്മൾ ഒരു IP അഡ്രസ് കൊടുക്കുമ്പോൾ ആ നെറ്റ്വർക്കിലേക്ക് എൻമാപ്പ് കയറി ചെന്നിട്ട് ഓക്കെ ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടെ ആരൊക്കെ ഓപ്പൺ പോർട്സ് ഉണ്ട്, ഇവരുടെയൊക്കെ വെർഷൻ ഏതാ, അതായത് ഇവരുടെ ഏജ് എത്ര, ഇവരുടെ വെർഷൻ ഏതാ, ഇവർ ഏത് OS-ലാണ് റൺ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും എൻമാപ്പ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ എൻമാപ്പ്. സിമ്പിളാണ്, ബേസിക് ആണ്. ഇത് ജസ്റ്റ് എൻമാപ്പ് എന്താന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അടുത്ത നോക്കാനുള്ളത് പോർട്സ്. ഓക്കെ, എന്താണ് പോർട്സ്? Ports is like a doorway into a computer or network devices. Each port is used by a specific service like web, email, file sharing. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട് ഓക്കെ, IP അഡ്രസ് ആണ് നമ്മുടെ വീടിന്റെ അഡ്രസ്സ്. നമ്മുടെ വീടിന് ഒരു മെയിൻ ഡോർ ഉണ്ടാവും. ഓക്കെ, ആ ഡോർ തുറന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്പിൾ ഡോർ ഉണ്ടാവും. പോർട്ടിന് നിങ്ങൾ ഡോറായിട്ട് സങ്കല്പിക്കുക. മൾട്ടിപ്പിൾ ഡോർ ഉണ്ടാവും. ഓരോ ഡോറിന് ഓരോ റൂമിന്റെ ഡോറിന് ഓരോ പ്രത്യേകത ഉണ്ടാവും. കിച്ചൺ റൂമിന്റെ ഡോറിന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബെഡ്റൂമിലെ ഡോറിന് ഉറങ്ങാൻ വേണ്ടിയിട്ട്, ബാത്റൂമിലെ ഡോറിന് കുളിക്കാൻ, അങ്ങനെ കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ പല പല ഡോറിനും പല പല പർപ്പസസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അതായത് ഒരു നെറ്റ്വർക്കിലുള്ള പോർട്സ് ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം പോർട്ട് 80 എന്ത് ചെയ്യും? HTTP വെബ് ട്രാഫിക് എൻ്റർ ചെയ്യും. അതായത് നമ്മൾ ചെയ്യുന്ന റിക്വസ്റ്റ്, നമ്മൾ സെർച്ച് ചെയ്യുന്ന റിക്വസ്റ്റ്. പിന്നെ ഡോറ് 443 HTTPS സെക്യൂർ വെബ് ട്രാഫിക്. അതായത് ഒരു മാനിന്റെ മിഡിൽ അറ്റാക്ക് നടക്കാണ്ട് എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരു വെബ് ട്രാഫിക് ഓക്കെ അത് ക്രിയേറ്റ് ചെയ്ത്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാം, വീഡിയോ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഡോർ 22 SSH റിമോട്ട് ലോഗിൻ. അതായത് SSH ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് എന്താണെന്ന് കവർ ചെയ്യാം. സോ ഇത് ഡോറിന് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ പോർട്ട് 80 HTTP ഉണ്ടാവും, പോർട്ട് 21 FTP സെർവർ ഉണ്ടാവും, 22 അങ്ങനെ പറയാം. അതാണ് പോർട്സ്. അതായത് പോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി പഠിച്ചത് ഒരു ഓപ്പൺ ഡോർവേ ആണ്. ഓക്കെ, നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ഡോറായിട്ട് നമ്മൾ സങ്കല്പിക്കുക. പല ഡോറിനും പല യൂസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പോർട്സ് എന്ന് പറയുന്നത്. എന്താണ് പ്രോട്ടോകോൾസ്? വാട്ട് ആർ പ്രോട്ടോകോൾസ്? പ്രോട്ടോകോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഡിഫൈൻ ഹൗ ഡാറ്റ ഈസ് ഫോർമഡ്, ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് ഓവർ എ നെറ്റ്വർക്ക്. അതായത് പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പം ഒരു ഡാറ്റ സേഫ് ആയിട്ട് അതായത് ഡിഫൈൻ ഹൗ ഡാറ്റ ഈസ് ഫോർമാറ്റഡ്, ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ് ഓവർ എ നെറ്റ്വർക്ക്. ഒരു ഡാറ്റ കൃത്യമായിട്ട് ഇന്ന നെറ്റ്വർക്കിൽ എത്തിയോ, റിസീവ് ചെയ്തോ, അതിന്റെ ഫോർമാറ്റ് എങ്ങനെ, കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടോകോൾ. അത് സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കും. അതിനകത്ത് പ്രത്യേക റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന ഡാറ്റ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന ഡാറ്റ ഇന്നത്തേക്ക് റിസീവ് ചെയ്യണം. സോ അതിനെ ഭേദിച്ച് അത് പുറത്തേക്ക് പോകത്തില്ല. അങ്ങനെ വെച്ചിട്ട് ആ പാക്കറ്റിന് എറർ വരും. സോ അതാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കും. അത് ഡിഫൈൻ ചെയ്യും ഡാറ്റ ഈസ് ഫോർമാറ്റഡ്, ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് ഓവർ എ നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ രണ്ട് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫയൽ ഷെയർ ചെയ്യുക. ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന്, എന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്ന് എന്റെ ഓഫീസിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് നെറ്റ്വർക്ക് ത്രൂ ഒരു ഫയൽ ഷെയർ ചെയ്യുമ്പോൾ അവിടെ പ്രോട്ടോകോൾ ഉണ്ടാവും. സോ അതിൽ കറക്റ്റ് ഡാറ്റ സെൻഡ് ആവും, റിസീവ് ആവും, ട്രാൻസ്മിറ്റ് ആവും. അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. വൈ ഡു വി നീഡ് ദം? To ensure data reaches the correct destination, to make communication reliable and structured, to allow different system and devices to talk each other. ഇപ്പം വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്,
ഇപ്പൊ ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഹിന്ദി വേണ്ട മറാത്തിയിൽ സംസാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ രണ്ട് കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ, അവരുടെ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫയൽ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു ഫയൽ ഇങ്ങോട്ട് റിസീവ് ചെയ്ത് അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആണ്. ഇപ്പം രണ്ട് മനുഷ്യർ ഡിഫറെന്റ് ലാംഗ്വേജ് സംസാരിക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവത്തില്ല അവരെന്താ സംസാരിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് പ്രോട്ടോകോൾസ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇത് മറാത്തിയിലാണ് ക്ലാസ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിരിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് നെറ്റ്വർക്ക്. ഒരു സിസ്റ്റം, അതായത് രണ്ട് സിസ്റ്റം ഒരു നെറ്റ്വർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അത് അവരുടെ മനസ്സിലാവുന്ന ഭാഷയിൽ. അവിടെ എന്ത് സംഭവിക്കും? അവരുടെ ഡാറ്റ റിസീവ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കോമൺ പ്രോട്ടോകോളും പർപ്പസും പോർട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് പ്രോട്ടോകോൾ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അതെന്താണ്? അതിന്റെ പർപ്പസ് എന്താണ്? വെബ് ട്രാഫിക്. അത് റൺ ചെയ്യുന്ന പോർട്ട് 80 ഓക്കെ. HTTPS, ഈ HTTPയും HTTPSും തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. ഒരു HTTPയിലാണെങ്കിൽ നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്കൊരു വാർണിംഗ് പോലത്തെ വരുന്നില്ല. നമ്മൾ ചില സൈറ്റിൽ കയറുമ്പോൾ അതിന്റെ സെക്യൂർ ഷെൽ ലൈസൻസ് എക്സ്പയറി ആയിപ്പോയി. സോ അതിൽ ഒരിക്കലും എന്താണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത് അത്ര സേഫ് ആയിരിക്കത്തില്ല. കാരണം അതിനകത്ത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അത് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുമ്പോൾ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, രണ്ടുപേർക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒരാൾ നടുക്കോട്ട് കയറി വരാൻ പറ്റുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത്. അതിനും അട്രക്യാപ്പൊക്കെ ഉപയോഗിക്കും. ഒരു ടൂളാണ്. ടൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഒരു എക്സാമ്പിൾ, നമ്മൾ HTTPS അല്ലാത്ത ഒരു സൈറ്റ് ഉപയോഗിച്ച് നമ്മുടെ യൂസർ നെയിമോ പാസ്വേഡോ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത്, ഓക്കെ, ഒരു ലോഗിൻ പാനലിലേക്ക് ചെയ്യാൻ നേരത്ത് നമ്മളൊരു വൈഫൈയിൽ കണക്ട് ചെയ്തു. ഈ ഹാക്കേഴ്സിന് പബ്ലിക് വൈഫൈ ആക്സസ് ചെയ്ത് നമ്മളിത് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ലേ? അത് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് എന്താണ് ഒന്ന് നമ്മളൊരു പബ്ലിക് വൈഫൈയിൽ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കട്ടെ. അതേസമയം ഒരു ഹാക്കറും ഒരു പബ്ലിക് വൈഫൈയിൽ കണക്റ്റഡ് ആണ്. അപ്പം അവിടെ നമ്മളൊരു HTTP ഉള്ള ഒരു സൈറ്റിൽ കയറി നമ്മൾ ലോഗിൻ ചെയ്തു. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സൈറ്റ് ആയിരിക്കും, നമുക്ക് അറിയാവുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ കയറി ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ലോഗിൻ സെക്ഷൻ ഉണ്ടോ, യൂസർ നെയിമും പാസ്വേഡും, നമ്മുടെ ജിമെയിലും യൂസർ നെയിമും പാസ്വേഡും. അപ്പൊ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് ഹാക്കറിന് കാണാൻ പറ്റും. അതേ മറിച്ച് HTTPSലാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ഷെല്ലാണ്, സെക്യൂർ വെബ് ട്രാഫിക് ആയിരിക്കും. ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ മാൻ ദ മിഡിൽ അറ്റാക്ക് ഇമ്പോസിബിൾ ആണ്. സോ സേഫ് ആയിരിക്കും. റൺ ചെയ്യുന്ന പോർട്ട് 443. ഓക്കെ, FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. ഇതിന് ഉപയോഗം എന്താണ്? ഫയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫയൽ ട്രാൻസ്ഫർ പോർട്ട് ഏതാണ്? 21 അതിന്റെ പോർട്ട് വരുന്നത്. ഓക്കെ, SSH, സെക്യൂർ റിമോട്ട് ലോഗിൻ. ചിലപ്പോൾ അതായത് നമുക്ക് ടെർമിനൽ ഉപയോഗിച്ചിട്ട് SSH ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ പോർട്ട് 22 വരുന്നത്. SMTP, സെൻഡിങ് ഇമെയിൽസ്. ഈ പോർട്ട് കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് മെയിലും ഇമെയിൽസ് ഒക്കെ സെൻഡ് ആവുന്നത്. സോ ഇത് റൺ ചെയ്യുന്ന പോർട്ടും 25. ഓക്കെ, DNS. നമ്മൾ പഠിച്ച DNS എന്താ? നമ്മൾ ഡൊമൈൻ എന്യൂമറേഷനിൽ സബ് ഡൊമൈൻ എന്യൂമറേഷനിൽ നമ്മൾ DNS എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡൊമൈൻ നെയിം സിസ്റ്റം. ഇത് റൺ ചെയ്യുന്ന പ്രോട്ടോകോൾ 53, പോർട്ട് 53. പ്രോട്ടോകോൾ DNS. പർപ്പസ് എന്താണ്? ഡൊമൈൻ നെയിം സിസ്റ്റം. മൾട്ടിപ്പിൾ ഡൊമൈൻസ് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യും. സോ ഇതിന് മുമ്പത്തുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പോയി കണ്ടാലാണ് ഇത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം അത് റൺ ചെയ്യുന്ന പോർട്ട് 51. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് പോർട്ടും പ്രോട്ടോകോൾസും. ഓക്കെ, അടുത്താണ് TCP. എന്താണ് TCP? TCP സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിക്കുന്നത് ജസ്റ്റ് ഇപ്പൊ മാത്രം നിങ്ങൾ ഓർത്തിരുന്ന കാര്യമില്ല. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എത്തിക്കൽ ഹാക്കിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ നേരത്ത് നെറ്റ്വർക്കിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഘടകമാണ്. അപ്പം നിങ്ങൾ എന്താണ് ഇപ്പൊ പഠിക്കുന്നത് മനസ്സിരിച്ച് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്താണ് TCP പ്രോട്ടോകോൾസ് എന്താണ്? ഞാൻ ജസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഷയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് TCP stands for Transmission Control Protocol. It like a delivery service that ensure your data reaches the destination correctly and in order. അതായത് ഞാൻ എക്സാമ്പിൾ ഞാൻ അപ്പുറം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ലെറ്റർ അയച്ചു, ആ ലെറ്റർ കറക്റ്റ് ഒരാളുടെ കയ്യിൽ എത്തി. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നെറ്റ്വർക്കിൽ കൂടെ ഒരു സാധനം അയച്ചു. അത് നെറ്റ്വർക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് തിരിച്ച് നമുക്ക് റിപ്ലൈ കിട്ടും. അതിനാണ് TCP എന്ന് പറയുന്നത്. ഞാൻ അപ്പുറം ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
TCP stands for Transmission Control Protocol. It is like a delivery service that ensure your data reaches the destination correctly and in order. നമ്മൾ എങ്ങോട്ടാണോ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അങ്ങോട്ട് കറക്റ്റ് നമ്മുടെ ഡാറ്റ പോയി അവിടെ റിസീവ് ആയി അതിനനുസരിച്ചുള്ള കൃത്യ ഒരു റിപ്ലൈ നമുക്ക് വന്നെങ്കിലാണ് എന്തെന്നാണ് പറയുന്നത് TCP കണക്ഷൻ സക്സസ്ഫുൾ ആണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ഹാൻഡ് ഷേക്ക്, ഡാറ്റ ട്രാൻസ്ഫർ, അക്നോളജ്മെന്റ്. ഓക്കെ, ഹാൻഡ് ഷേക്ക് നോക്കുമ്പോൾ ഡിവൈസ് എഗ്രി ടു കമ്മ്യൂണിക്കേറ്റ് സിൻ ACK. ഓക്കെ, ഇത് സിൻ എന്ന് പറയുമ്പോൾ സിങ്ക്രണൈസ്, ACK എന്ന് പറയുമ്പോൾ അക്നോളജ്മെന്റ്. ഓക്കെ, ഇതെന്താ ഞാൻ കവർ ചെയ്ത് തരാം. ഓക്കെ, ഹാൻഡ് ഷേക്ക്, ഡിവൈസ് എഗ്രി ടു കമ്മ്യൂണിക്കേറ്റ്, 2 ഡിവൈസ് തമ്മിൽ കവർ ചെയ്യും. ഇപ്പൊ നമ്മളൊരു വൈഫൈ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഹാൻഡ് ഷേക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആണ്. സോ ഹാൻഡ് ഷേക്ക് നമുക്ക് കവർ ചെയ്യാം. അപ്പം ഡിവൈസ് എഗ്രി ഹാൻഡ് ഷേക്ക് ഫസ്റ്റ് ഇത് TCP വർക്ക് ചെയ്യുന്നതാണ്. 2 ഡിവൈസ് തമ്മിൽ കണക്ട് ആവും. ഓക്കെ, ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ്, 2 ഡിവൈസ് തമ്മിൽ അവിടെ കമ്മ്യൂണിക്കേറ്റ് ആവും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്താണോ ഡാറ്റ ട്രാൻസ്ഫർ. ഓക്കെ, അതിന്റെ ഉള്ളിൽ എന്താണ് ഇപ്പൊ ഡാറ്റ ട്രാൻസ്ഫർ ആണെങ്കിൽ അവിടെ ഡാറ്റ ട്രാൻസ്ഫർ നടക്കും. പാക്കറ്റ് ആർ സെൻഡ് വിത്ത് സീക്വൻസ് നമ്പേഴ്സ്, അതായത് ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിലായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അക്നോളജ്മെന്റ്, അതായത് അറിവോടെ എന്താണ് റിസീവർ കൺഫേം റിസീപ്റ്റ്. ഓക്കെ, നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്തു, ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമുക്ക് വേണ്ട ഡാറ്റ എന്താണോ അത് സീക്വൻസ് നമ്പേഴ്സ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്തു. ഓക്കെ, അക്നോളജ്മെന്റ് സമ്മതത്തോടെ അത് റിസീവ് ചെയ്തു, കൺഫേം ആക്കി. ഇങ്ങനെയാണ് ഒരു TCP വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോജിക്കിൽ നിങ്ങൾക്ക് പഠിക്കാം. എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ഫോൺ കോള്. ബിഫോർ യു ടോക്ക് യു സേ ഹലോ. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരാളെ കോള് വിളിച്ച്, നമ്മളെ ഫ്രണ്ടിനെ കോള് വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യു സേ ഹലോ, അവിടെ എന്താണ് ഹാൻഡ് ഷേക്ക് ഉണ്ടാക്കി. യു ലിസൺ ആൻഡ് റെസ്പോണ്ട് ഇൻ ഓർഡർ. ഓക്കെ, നമ്മളത് ശ്രദ്ധയോടെ കേട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അവിടെ എന്താണ് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതായത് ആദ്യം നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഹലോ എന്ന് നോക്കും, തിരിച്ച് നമുക്ക് റിപ്ലൈ വരുമ്പം നമ്മളും തിരിച്ച് ഹലോ എന്ന് നോക്കും. അവിടെ എന്താ ഒരു കണക്ഷൻ ഫോം ആയി. ഇഫ് യു ഡിഡ്ന്റ് ഹിയർ സംതിങ് യു ആസ്ക് റിപ്പീറ്റ്. ഇപ്പൊ നമ്മൾ കേട്ടില്ല, ഒന്നും കൂടെ പറയാമെന്ന് ചോദിക്കും. അപ്പൊ അവിടെ എന്തായി എറർ കണക്ഷൻ ഉണ്ടായി. ദിസ് ഇസ് ഹൗ TCP എൻഷുർ എ റിലയബിൾ കണക്ഷൻ. ഇതുപോലെ തന്നെയാണ് TCP വർക്ക് ആവുന്നത്. അപ്പോൾ ആദ്യൊരു പാക്കറ്റ് സെൻഡ് ചെയ്യും ഡിവൈസുമായിട്ട്. ഇപ്പൊ നമ്മുടെ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ഡിവൈസസ്. ഓക്കെ, ബ്ലൂടൂത്തിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ 2 ഫോണും കൂടെ പെയർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായി ഹാൻഡ് ഷേക്ക് ആയി. പിന്നെ നമ്മൾ എന്തായി ഓക്കെ ഹാൻഡ് ഷേക്ക് ആയി, പിന്നെ 2 കണക്റ്റഡ് ആയി. അവിടെ എന്തായി റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ആയി. നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു മ്യൂസിക്കോ അങ്ങനെ ഫയൽസോ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ എറർ കണക്ഷൻ വരാം. എറർ കണക്ഷൻ നമ്മൾ നീങ്ങി പോകുമ്പോഴോ ഇന്ന ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ എറർ കണക്ഷൻ വരാം. സോ അങ്ങനെ അതുപോലെ തന്നെയാണ് ഈ TCP പോലുള്ള കാര്യങ്ങൾ വർക്ക് ആവുന്നത്. എക്സാമ്പിൾ ടു ഓർഡറിങ് പീസ് ഓൺലൈൻ. യു പ്ലേസ് ആൻ ഓർഡർ. ഓക്കെ, ഇവിടെ സിൻ എന്ന് വെച്ചാൽ സിൻ മീൻസ് സിങ്ക്രോണൈസ്. ഓക്കെ, സിങ്ക്രോണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിഗ്നൽ സെൻഡ് ടു സ്റ്റാർട്ട് എ കണക്ഷൻ, അതായത് ഒരു സിഗ്നല് സെൻഡ് ചെയ്യുവാണ് ഒരു കണക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്ക്രോണൈസ്, ഒരു സിഗ്നൽ തുടങ്ങാൻ വേണ്ടിയുള്ള കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, എ സിഗ്നൽ കൺഫേമിംഗ് ദാറ്റ് അക്നോളജ്മെന്റ്, എ സിഗ്നൽ കൺഫേമിംഗ് ദാറ്റ് ഡാറ്റ വാസ് റിസീവ്ഡ്. അക്നോളജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ആ ഇന്ന സാധനം കിട്ടിയെന്ന് നമ്മൾ കൺഫേം ചെയ്യുവാണ്, റിസീവ് ചെയ്യുന്ന നമ്മൾ കൺഫേം ചെയ്യുവാണ്. അതാണ് നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്യുന്നു. പിസ്സ ഓർഡർ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇന്ന ആളെ വിളിച്ചിട്ട് റെസ്റ്റോറന്റിലേക്ക് വിളിച്ചിട്ട് പിസ്സ കൺഫേം ചെയ്യും. അപ്പൊ സിങ് ആയി അവിടെ. ദ റെസ്റ്റോറന്റ് കൺഫേംസ്. അപ്പൊ റെസ്റ്റോറന്റ് കൺഫേം ചെയ്യുമ്പോൾ അവിടെ എന്തായി സിങ് ACK ആയി. അതായത് സിങ്ക്രണൈസ്. അവിടെ പിസ്സക്കാരനുമായിട്ട് റെസ്റ്റോറന്റുമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടി, അവർ നമ്മുടെ കാര്യം അംഗീകരിച്ചു. അവിടെ ഇതാണ് എന്തെന്ന് പറയുന്നത് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് നമ്മൾ ഓർഡർ ചെയ്തു, നമ്മൾ കോള് വിളിച്ചു, അവിടെ സിങ്കായി, അതായത് ഹാൻഡ് ഷേക്ക് വന്നു. ഓക്കെ, ഹാൻഡ് ഷേക്ക് വന്നു. റെസ്റ്റോറന്റ് കാര്യം നമ്മുടെ കോൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ അവിടെ എന്തായി സിങ്ക് അവിടെ ഓക്കെ, നമുക്ക് അവിടെ ഒരു റിലയബിൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അവർ ഓക്കെയും സമ്മതിച്ചു. യു കൺഫേം ദ കൺഫർമേഷൻ ACK. അവര് നമ്മളോട് ചോദിക്കും പിസ്സ ഓക്കെ ആണ് കൺഫേം ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൺഫേം ആവും. അവിടെ എന്താവും ACK. ഓക്കെ, അതായത് അക്നോളജ്മെന്റ്. ഓക്കെ, അവിടെ നമ്മൾ ഓക്കെ പിസ്സ നമ്മൾ കൺഫേം ചെയ്യുന്നു. They deliver the pizza and if something is missing you call them back retransmission. ഓക്കെ, ഇപ്പം പിസ്സ ഡെലിവർ ആയി, അതിനകത്ത് ചിലപ്പോൾ കെച്ചപ്പ് ഉണ്ടാവില്ല, പീസ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ചവരെ കോൾ ചെയ്യുമ്പോൾ എന്താ അവിടെ റീട്രാൻസ്മിഷൻ ഒന്നും കൂടെ ജസ്റ്റ് നടക്കുവാണ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് TCP 3-way ഹാൻഡ് ഷേക്ക് ആൻഡ് ഗ്രാജുവേറ്റ് ഡെലിവറി. ഓക്കെ, TCPയിൽ എപ്പോഴും 3-way ഹാൻഡ് ഷേക്ക് ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, സിൻ എന്ന് പറയുമ്പോൾ സിങ്ക്രണൈസ്, ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ സെൻഡ് ടു സ്റ്റാർട്ട് എ കണക്ഷൻ. അക്നോളജ് എ സിഗ്നൽ കൺഫേമിംഗ് ദാറ്റ് ഡാറ്റ വാസ് റിസീവ്ഡ്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു പഠിച്ചാൽ, ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് കത്തത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് വായിച്ചു പഠിച്ചാലാണ് നിങ്ങൾക്ക് തന്നെ ഒരു
എന്താണ് ഒരു ബേസിക് ഉണ്ടാവും, നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വിളിക്കുന്നത് സിങ് ആയിട്ട് കൺഫേം ചെയ്യാം. നമ്മൾ വിളിക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നു. ഓക്കെ, സിങ് എന്ന് പറയുമ്പോൾ സിഗ്നൽ ടെൻഡ് ടു സ്റ്റാർട്ട് എ കണക്ഷൻ, ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു ഫ്രണ്ടിനെ വിളിക്കുന്നു. അപ്പോൾ ഫ്രണ്ടിനെ വിളിക്കാൻ നമ്മൾ എന്താ, ഹലോ ക്യാൻ യു ഹിയർ മീ. ഓക്കെ, നമ്മൾ ഫ്രണ്ടിനോട് വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ. അപ്പൊ അവിടെ എന്താണ്, ഒരു സിങ്ക് ഒരു കണക്ഷൻ സ്റ്റാർട്ടായി. ഫ്രണ്ട് ആൻസർ ചെയ്യുന്നു സിങ്കും എ സിക്ക്. അതായത് ഫ്രണ്ടിന് എന്തായി, ഫ്രണ്ടിന് അവിടെ സിഗ്നൽ കിട്ടി, ഫ്രണ്ട് അവിടെ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം സിങ്കും അക്നോളജ്മെന്റും യെസ് ഐ ഹിയർ യു ക്യാൻ യു ഹിയർ മീ. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തായി, ഫ്രണ്ട് യെസ് ഐ ഹിയർ യു ക്യാൻ യു ഹിയർ മീ നോക്കുമ്പോൾ അതായത് നമ്മുടെ കോൾ അവിടെ കണക്ട് ആയി, ഫ്രണ്ടിനും അത് കണക്ട് ആയി, ഫ്രണ്ടിനെ കേൾക്കാൻ പറ്റും, ഫ്രണ്ട് ഒരു പൂർണ്ണ സമൂഹത്തോടെ അവിടെ ഒരു അക്നോളജ്മെന്റ് ക്രിയേറ്റ് ആക്കി. അപ്പം നമ്മൾ തിരിച്ചെന്ത് പറയുന്നു, യു കൺഫേം. ഓക്കെ, നമ്മൾ കൺഫേം ചെയ്യും എ സി കെ. അപ്പൊ നമ്മൾ അവിടെ കൺഫേം ചെയ്യും, എനിക്ക് കേൾക്കാൻ പറ്റുന്നു, ലെസ് ടോക്ക്. ഓക്കെ, ഫ്രണ്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. എനിക്കും ചിലപ്പോൾ ഇത് എന്താണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാത്തൊരു സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ആക്കി തരാം. നമ്മൾ സിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്ക്രണൈസ് ഒരു സിഗ്നൽ, ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാനുള്ള ഒരു സിഗ്നൽ തുടങ്ങാനുള്ള ഒരു കണക്ഷൻ. അപ്പൊ നമ്മളൊരു ഫ്രണ്ടിനെ വിളിക്കുന്നു, ഹലോ ക്യാൻ യു ഹിയർ മീ. ഓക്കെ, സിൻ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഹാൻഡ് ഷേക്ക് പ്രൊവൈഡ് ആയി. അത് കഴിയുമ്പോൾ ഫ്രണ്ട് ആൻസർ ചെയ്യുന്നു, ഓക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ, ഒരു സിങ്ക്രണൈസേഷനും അക്നോളജ്മെന്റും ക്രിയേറ്റ് ആയി. അതായത് റിലയബിൾ കമ്മ്യൂണിക്കേഷൻ അവിടെ ക്രിയേറ്റ് ആയി. അപ്പൊ നമ്മൾ ഫ്രണ്ടിനോട് പറയുന്നു, ഓക്കെ നമുക്ക് സംസാരിക്കാം. അപ്പൊ എന്താ, തിരിച്ച് നമുക്ക് റിപ്ലൈ, ഓക്കെ നമ്മൾ സംസാരിക്കാന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കൺഫേം ആവുന്നു, അക്നോളജ്മെന്റ് എ സി കെ അവിടെ എന്താണ് കൺഫേം ആവുന്നു. ഓക്കെ, ലെസ് ടോക്ക്. അപ്പൊ ഇങ്ങനെയാണ് TCP-യിലെ പ്രോട്ടോകോൾ നോക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വൈഫൈ ഹാക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്യും, നമ്മുടെ ഡിവൈസായിട്ട് കണക്ട് ചെയ്യും, ഡിഒതന്റിക്കേഷൻ ചെയ്യും, അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അത് പഠിക്കുമ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ UDP. വാട്ട് ഈസ് UDP? യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ. UDP is a connectionless transport layer protocol that provides fast, low overhead communication by sending datagrams without establishing a connection or graduating delivery order or error connection. അതായത് TCP-നെക്കാളും TCP-ക്ക് ചിലപ്പോൾ കണക്ഷൻ എറാവും. അതോ TCP നമ്മൾ ഒരു ഫയൽ ഷെയർ ചെയ്യണമെങ്കിൽ അതോടെ അവിടെ കണക്ഷൻ കട്ടാവും, നമ്മൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, പിന്നെ നെറ്റ്വർക്ക് ഫോം ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ UDP ഇങ്ങനെയല്ല, ഫാസ്റ്റ് ആണ്, കണക്ഷൻ ആണ്. എന്താണ് അത് കുറച്ചും കൂടെ അഡ്വാൻസ് രീതിയിലാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ UDP യൂസ് ചെയ്യുന്നത് വീഡിയോ സ്ട്രീമിങ്, പിന്നെ വോയിസ് കോള്, ഓൺലൈൻ ഗെയിമിങ്, DNS ക്വയറീസ്. അതായത് ഇപ്പൊ നമ്മളൊരു ലൈവ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു വിചാരിക്കും. അപ്പൊ നമ്മുടെ ഒരു കണക്ഷൻ കട്ടായി പോയി. നമ്മുടെ കണക്ഷൻ കട്ടായി പോകുമ്പോൾ ആ ലൈവ് അവിടെ നിന്ന് പോകത്തില്ല. നമുക്കൊരാൾക്ക് കണക്ഷൻ കട്ടായി എന്ന് വിചാരിച്ചാൽ ആ ലൈവ് അവിടെ നിന്ന് പോകത്തില്ല. ആ ലൈവ് അവിടെ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കായിരിക്കും കട്ടായത്. പക്ഷെ നമുക്ക് കട്ടായതിൽ നമുക്ക് പിന്നെ അതിന്റെ പകുതി വെച്ച് കാണാൻ പറ്റും. അങ്ങനെയാണ് UDP വർക്ക് ആവുന്നത്. ഓക്കെ, അതായത് പക്ഷെ അതേസമയം TCP ആണല്ലോ, ഒരു കണക്ഷൻ കട്ടായ ഫുൾ എൻറ്റയർ കണക്ഷൻ കട്ടായി പിന്നെ എല്ലാവരും ബാധിക്കും, അവിടെ വർക്ക് ആവത്തില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ്. പക്ഷെ UDP ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഡിഫറെന്റ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, IPL മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ കട്ടായി. പക്ഷെ കണക്ഷൻ കട്ടായി നമുക്ക് അതിന്റെ ഇടയിൽ എന്ത് നടന്നു, ഒരു ബോളർ വന്ന് എറിയുവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുക 6 ആണ്. ആ 6 അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ കണക്ഷൻ കട്ടായ നമുക്കറിയാമല്ല എന്താവുന്നു. പക്ഷെ UDP ആണെങ്കിൽ എന്താണ്, അവിടെ നമുക്കൊരാൾക്ക് കണക്ഷൻ കട്ടായി വെച്ച് എൻ്റെ വേൾഡിന് കണക്ഷൻ കട്ടാവില്ല, അതവിടെ റൺ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതോ അങ്ങനെയാണ് UDP. അപ്പൊ നമുക്ക് തിരിച്ച് കണക്ഷൻ ബാക്കപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ചിലപ്പോൾ മിക്കവാറും 6 അടിച്ചാണോ അല്ലെങ്കിൽ ഔട്ട് ആയിക്കണം, അങ്ങനെയായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോയിസ് കോള്, വെൻ ടോക്കിംഗ് ഓൺ വാട്സപ്പ് ഓർ സൂം, അത് നമ്മൾ വാട്സപ്പിലോ സൂമിലോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഫ് വൺ വേർഡ് ഡ്രോപ്സ് ഔട്ട് ദ കോൾ കണ്ടിന്യൂസ്. ഓക്കെ, ഇറ്റ്സ് ബെറ്റർ ടു മിസ് എ വേർഡ് ദാറ്റ് ഡിലേ ദ വോൾ കൺവേഴ്സേഷൻ. UDP മേക്ക് ഇറ്റ് പോസിബിൾ. നമ്മൾ ചിലപ്പോൾ സംസാരിച്ച് നമുക്ക് നെറ്റ്വർക്ക് കട്ടും. ആ സമയത്ത് നമ്മൾ 1-2 വേർഡൊക്കെ നമ്മൾ മിസ്സായി പോകും. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ കണക്ഷൻ അവിടെ നിന്ന് പോകുന്നില്ല, നമ്മുടെ കണക്ഷൻ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇൻ കേസ് ഇത് TCP കണക്ഷൻ ആണെങ്കിലോ നമ്മുടെ ഒരു വേർഡ് കട്ടായ എൻ്റെ കണക്ഷൻ അവിടെ കട്ടായി പോകും, നമുക്ക് വിളിക്കാനും പറ്റില്ല. പക്ഷെ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ 1-2 വേർഡുകളൊക്കെ മിസ്സായി പോയി. പക്ഷെ അവൻ അവിടെ എന്താണ്, എൻ്റെ ഫ്രണ്ടിന് അവിടെ എന്താണ് കട്ടാവത്തില്ല, കാരണം അവൻ ഇപ്പോഴും ആ കോളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് UDP വർക്ക് ആവുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു തരുമ്പോഴും ഈ നെറ്റ്വർക്കിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കത്തത്തില്ല, കാരണം നിങ്ങൾ വായിച്ച്
ChatGPT ചോദിച്ച റിയൽ ടൈം എക്സാമ്പിൾ ഒക്കെ ഒന്ന് പഠിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഞാൻ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പ്രാക്ടിക്കലിലേക്ക് പോവാം. നമ്മൾ പ്രാക്ടിക്കൽ Nmap-ലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് Nmap നോക്കാം. ഇതിന് 2-3 വീഡിയോസിൽ ഞാൻ Nmap ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കവർ ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ Nmap നോക്കാം. ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക, Nmap എൻ്റർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഒരു Nmap-ന്റെ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. Nmap യൂസേജ്, സ്കാൻ ടൈപ്സ്, ഓപ്ഷൻ, ടാർഗറ്റ്. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ കൂടെ ഈ -SN, -P, -SS, അങ്ങനെ SI, പിന്നെ IF, -F, -SV, പിന്നെ -SC, -O, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കൊടുത്തിരുന്നത് ഇതിനൊക്കെ ഫ്ലാഗ് എന്ന് പറയും. എന്താണ് ഫ്ലാഗ്? ഓക്കെ, ഇപ്പൊ -O, -T, ഓക്കെ, -D, -F, ഇതിനൊക്കെ എന്താ പറയുന്നത്? ഫ്ലാഗ്. ഓക്കെ, ഇതിനൊക്കെ ഫ്ലാഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഹോസ്റ്റ് ഡിസ്കവർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ്സ് ആണ് -SL, -N, പിങ് സ്കാൻ ചെയ്യാൻ. ഓക്കെ, ലിസ്റ്റ്. ഓക്കെ, ഒരു നെറ്റ്വർക്കിലുള്ള ഹോസ്റ്റുകൾ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ -SL ഉപയോഗിക്കും. ആ ടൈം നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ -SN ഉപയോഗിക്കും, SU ഉപയോഗിക്കും. ഇതൊക്കെ ഇവിടെ നമുക്ക് TCP കാണാം, TCP കണക്ഷൻ, ACK, ഓക്കെ, വിൻഡോസ് ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചാണ് എന്താന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് സർവീസും വെർഷൻസും കാണാനാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? -SV കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. സ്ക്രിപ്റ്റ് സ്കാനിങ് എന്നാണല്ലോ ഞാൻ എപ്പോഴും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് Nmap IP അഡ്രസ് എന്താണോ -SC, -SV. ഓക്കെ, സർവീസും വെർഷനും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് -SV നമ്മൾ ഉപയോഗിക്കും. സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് SC. ഓക്കെ, അതിനകത്തുള്ള വൾനറബിലിറ്റി സ്ക്രിപ്റ്റ് കാര്യങ്ങൾ റൺ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ -SC ഉപയോഗിക്കും. OS ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കും? -O, എനേബിൾ OS ഡിറ്റക്ഷൻ. ഇവിടെ കാണാം -O എന്ന ഫ്ലാഗ് എന്തിനാണ്? എനേബിൾ OS ഡിറ്റക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ T ഉണ്ട്. ഓക്കെ, അങ്ങനെ മൾട്ടിപ്പിൾ ഉണ്ട്. ഇത് ഞാനിങ്ങനെ പറഞ്ഞു തന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ജസ്റ്റ് ലിനക്സോ പാരറ്റോസോ ഓപ്പൺ ചെയ്യുക, നിങ്ങൾ തന്നെ ഓരോ ഫ്ലാഗ് യൂസ് ചെയ്ത് കമാൻഡ് റൺ ചെയ്ത് നോക്കുക. കാരണം നമ്മളിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും പ്രാക്ടിക്കലി ചെയ്യുന്നതും തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് നമ്മൾ നടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കൈപിടിച്ച് നടത്തണം, എന്നാലാണ് നമ്മൾ പഠിക്കത്തുള്ളൂ. ഓക്കെ, അതായത് ചുരുക്കം പറയാം, ഒരാൾ ഉന്തി മരം കയറ്റുമ്പോൾ ആ പിടുത്തം വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് പോകും. അങ്ങനെയാണ്. കാരണം ഇപ്പൊ ഞാൻ നിങ്ങളെ പറഞ്ഞു തന്ന് ഇങ്ങനെ ഓരോ ഞാൻ എടുത്തെടുത്ത് കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓക്കെ, നിങ്ങൾ മനപ്പടമൊക്കെ ഇന്നതിന് വേണ്ടി ഉപയോഗിക്കും, നിങ്ങളത് ജസ്റ്റ് മനസ്സിൽ ധരിക്കും. പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്താലാണ് നിങ്ങൾക്ക് അതിൽ ഒരു എക്സ്പേർട്ട് ആവാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് കൈ പിടിച്ച് നടക്കുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ജസ്റ്റ് നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പം മൾട്ടിപ്പിൾ ഹോസ്റ്റ് ആണ് ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. ഒരു ഹോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഹോസ്റ്റ് ഇസ് എനി ഡിവൈസ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. ഒരു ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഏത് ഡിവൈസും ആവട്ടെ, അതെന്താണ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത് അതിനൊരു IP അഡ്രസ് ഉണ്ടാവും. അതിനാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. മേ ബി ഇറ്റ്സ് കമ്പ്യൂട്ടർ ആയിരിക്കാം, ലാപ്ടോപ്പ് ആയിരിക്കാം, സ്കാനർ ആയിരിക്കാം, പ്രിന്റർ ആയിരിക്കാം, ഓക്കെ, സെർവർ, എനിത്തിങ് ആയിക്കോട്ടെ. അതായത് ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഹോസ്റ്റ് ഈസ് എനി ഡിവൈസ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് ദാറ്റ് ഹാസ് ആൻ IP അഡ്രസ്. ഒരു ഹോസ്റ്റ്, ഒരു ഡിവൈസ് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് അതിനൊരു IP അഡ്രസ് ഉള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. അപ്പം നമുക്ക് Nmap യൂസ് ചെയ്ത് ജസ്റ്റ് നമുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സോ അതിന് മുമ്പ് ഞാൻ എൻ്റെ IP അഡ്രസ് ഒന്ന് എടുക്കുക, -A. സോ ഇവിടെ എൻ്റെ IP അഡ്രസ് ഉണ്ട്, ജസ്റ്റ് കോപ്പി. ഓക്കെ, ഞാൻ ജസ്റ്റ് ബേസിക് കമാൻഡ്സ് ഞാൻ കാണിച്ചു തരാം. Nmap, പിന്നെ നമ്മുടെ IP അഡ്രസ് എന്താണോ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, Nmap നമ്മുടെ IP അഡ്രസ് എന്താണോ, ഇതുകൊണ്ടുള്ള യൂസ് ജസ്റ്റ് ഒരു ബേസിക് സ്കാൻ മാത്രമാണ്. ഓക്കെ, ഒരു ബേസിക് സ്കാൻ മാത്രമാണ് ഇവിടെ നടക്കത്തുള്ളൂ. ഇവിടെ നമുക്ക് നോക്കാം പോർട്ട്, സ്റ്റേറ്റ്, സർവീസ്. പോർട്ട് 53 TCP എന്തായിരുന്നു ഓർമ്മയുണ്ടോ? TCP ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? ഓക്കെ, അതായത് TCP സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും? ഇവിടെ നമുക്കൊരു TCP കണക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു TCP കണക്ഷൻ ആണ് കാണാൻ പറ്റുന്നത്. അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ആണ്, സർവീസ് ഡൊമൈൻ ആണ് റൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കുവാണെങ്കിൽ Nmap. ഓക്കെ, നമ്മുടെ IP എന്താണോ ജസ്റ്റ് IP അഡ്രസ് ഞാൻ കൊടുത്തു, IP -100. ഓക്കെ, ഇതെന്ത് ചെയ്യും? സ്കാൻ മൾട്ടിപ്പിൾ IP.
ഓക്കെ, അതായത് മൾട്ടിപ്പിൾ IP സ്കാൻ ചെയ്യും. ജസ്റ്റ് ഞാൻ വേറൊരു മെഷീൻ ഓണാക്കി ഞാൻ കാണിച്ചു തരാം. മേ ബി ഇതിൽ വർക്ക് ആവത്തില്ല. സോ ഞാൻ എൻ്റെ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്. സോ ഞാൻ വേറൊരു മെഷീൻ ഞാൻ ഓണാക്കി കാണിച്ചു തരാം. എനിക്ക് ഒരു വിർച്വൽ മെഷീനിൽ മെറ്റസ്വോൾട്ട 2 ഉണ്ട്. അതിലാണ് അറ്റാക്ക് ചെയ്ത് ഞാൻ പഠിക്കുന്നത്. സോ നമുക്കത് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ മെറ്റസ്വോൾട്ട മെഷീൻ റൺ ചെയ്തു. ഏറ്റവും നമുക്ക് ഹാക്ക് ചെയ്ത് പഠിക്കാൻ മെറ്റസ്വോൾട്ട മെഷീൻ വളരെ യൂസ്ഫുൾ ആണ്. സോ എൻ്റെ വരുന്ന എപ്പിസോഡ്സും പാർട്സിലും ഒക്കെ നമുക്ക് മെറ്റസ്വോൾട്ട മെഷീൻ യൂസ് ചെയ്ത് എങ്ങനെ അറ്റാക്ക് ചെയ്ത് പഠിക്കാന്നൊക്കെ നമുക്ക് കാണാം. ജസ്റ്റ് എനിക്കൊരു IP അഡ്രസ് ഇട്ടിട്ടുണ്ട് മെറ്റസ്വോൾട്ട മെഷീൻ യൂസ് ചെയ്ത സമയത്ത്. സോ IP അഡ്രസ് ലൈവ് ആണെന്ന് നമുക്കറിയണം. ജസ്റ്റ് നമ്മൾ അതിന് പിങ് ചെയ്ത് നോക്കണം. സോ പിങ് ഒക്കെ യൂസ് ചെയ്ത് എന്തിനാണ് സെക്കൻഡ്സ് എപ്പിസോഡിലൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് എന്തായാലും പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, പിങ് ഓക്കെ, എൻ്റെ എറർ വന്നാണ്. സോ 168 ഓക്കെ പോയിന്റ് ആണ്. ഓക്കെ, സക്സസ്ഫുള്ളി പിങ് ഇവിടെ കണക്റ്റഡ് ആണ്. സോ ജസ്റ്റ് നമുക്ക് Nmap യൂസ് ചെയ്യാം. സോ നമ്മൾ Nmapലേക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല സ്കാനിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് സുഡോ പ്രിവിലേജ് പെർമിഷൻ കൊടുക്കണം. സൂപ്പർ യൂസർ ഡു. ഓക്കെ, നമുക്ക് പെർമിഷൻ കൊടുത്താലാണ് നമുക്ക് കുറെ ബേസിക് സ്കാനുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ സുഡോ യൂസ് ചെയ്യണം. സുഡോ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്താണ് സ്കാനിങ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സുഡോ Nmap നമ്മുടെ IP അഡ്രസ് എന്താണോ ജസ്റ്റ് IP അഡ്രസ് ഞാൻ കൊടുക്കുന്നു. 192.168.102. ഓക്കെ, ഇത് എൻ്റെ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു മെറ്റസ്വോൾട്ടിന്റെ ഇതാണ് IP ആണ്. ജസ്റ്റ് സ്ലാഷ് ഇടുന്നു, 24 ഞാൻ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ Nmapന്റെ ഒരു സ്കാനിങ് തുടങ്ങുന്നുണ്ട്. സോ ഇവിടെ സ്കാനിങ്ങിൽ എനിക്ക് ഇവിടെ എന്തോന്നിട്ടുണ്ട്, സ്കാൻ ഓൾ എത്ര ഹോസ്റ്റ് ഉണ്ട് ടോട്ടൽ 256 ഹോസ്റ്റ് സ്കാൻ ചെയ്യും. ഓക്കെ, 256 ഹോസ്റ്റ് സ്കാൻ ചെയ്യും. അതിന്റെ നെറ്റ്വർക്കിലുള്ള എത്ര ഹോസ്റ്റ് ഉണ്ടോ അത് ഫുള്ള് സ്കാൻ ചെയ്യും. ഓക്കെ, ഇവിടെ എനിക്ക് അത്രയും സ്കാനുകൾ നടന്നിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ Nmap റിപ്പോർട്ട് ഓക്കെ 99 ക്ലോസ്ഡ് TCP പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 999 പോർട്ട് ഹോസ്റ്റ് ആണ്. പിന്നെ 256 ഞാൻ പറഞ്ഞില്ലേ 256 ഹോസ്റ്റ് സ്കാൻ ചെയ്യും. ഇവിടെ നമുക്ക് നോക്കാം 256 IP അഡ്രസ്സിലോ ഹോസ്റ്റ് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ FTP ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഓക്കെ FTP പോർട്ടിന് SS വെച്ചിട്ടുണ്ട്, ടെൽനെറ്റ് ഉണ്ട്, പിന്നെ മെയിൽ സർവീസ് ഉണ്ട്, ഡൊമൈൻ ഉണ്ട്, HTTP ഉണ്ട്, നെറ്റ് ബയോ സെഷൻ ഒക്കെ എന്താ നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ലോഗിൻ ഉണ്ട്, ഷെൽ ആക്സസ് ഉണ്ട്, അങ്ങനെ പലതും എനിക്കിവിടെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അടുത്തൊരു കമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ Nmap നമ്മുടെ Nmap -P ഇപ്പൊ ഞാൻ പോർട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി 80 അതുപോലെ തന്നെ 443 എന്റെ IP എന്താണോ 192.168.1.102. ഓക്കെ, ഇതെന്ത് ചെയ്യും, പർട്ടിക്കുലർ പോർട്സ് അതായത് 80 443 മാത്രം എനിക്ക് സ്കാൻ ചെയ്യും. സോ അതാണ് ഞാൻ ഇവിടെ കൊടുത്തത് Nmap -P പർട്ടിക്കുലർ പോർട്ട് മാത്രം 80 443 കൊണ്ടോ. ഇവിടെ എനിക്ക് എന്തായി പോർട്ട് 80 അതുപോലെ തന്നെ 440 ഇവിടെ ഓപ്പൺ HTTP ആണ്. പിന്നെ TCP ഇവിടെ ക്ലോസ്ഡ് ആണ്, 441 ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ 80 ആണെങ്കിലോ എനിക്കിവിടെ ഓപ്പൺ ആണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് അടുത്ത കമാൻഡ് നോക്കാം. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ബേസിക് കമാൻഡ്സ് ആണ് കാണിക്കേണ്ടത്. നമ്മൾ അത്യാവശ്യം എത്തിക്കൽ ഹാക്കിങ്ങിലെ ഫീൽഡിലേക്ക് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കമാൻഡാണ് ഞാൻ ഇവിടെ കവർ ചെയ്യുന്നത്. സോ അടുത്ത നോക്കാം. Nmap -P ഓക്കെ -P -IP 192.168.1.102. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പോർട്ട് സ്കാൻ ചെയ്യും. എത്രത്തോളം പോർട്ട് ഉണ്ടോ ആ പോർട്ട് ഇവിടെ ഫുള്ള് സ്കാൻ ചെയ്യും. ഇത് നമ്മൾ റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു ഡൊമൈനിലോ അല്ലെങ്കിൽ ഒരു IP അഡ്രസ്സിലോ നമ്മൾ ഹാക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയ്യേണ്ട ബേസിക് സ്കാനും കാര്യങ്ങളുമാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിനാണല്ലോ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഒരു കമ്പനി ജോലി ഇട്ടാണ് ജസ്റ്റ് അവരെ Nmapന്റെ ബേസിക് സ്കാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് സ്കാനുകൾ. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ എന്റെ ഫുള്ള് പോർട്ട് സ്കാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു സ്കാൻ നമുക്ക് നോക്കാം. Nmap -small letter then capital letter V. ഓക്കെ, ഇതെന്താണ് പിന്നെ IP 192.168.1.102. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ സർവീസ് വെർഷൻസും സ്കാൻ ചെയ്യും. ഓക്കെ,
അതായത് ഓപ്പൺ ആയിട്ട് പോർട്ടിലുള്ള സർവീസും വെർഷൻസ് സ്കാൻ ചെയ്യും. ഇവിടെ പലപ്പോഴും ഞാൻ ഈ ഒരു കമാൻഡ് യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ പോർട്ടിലുള്ള സർവീസ് വെർഷനും സ്കാൻ ചെയ്യും. ഓക്കെ, നമുക്ക് റിപ്പോർട്ട് വരുന്ന നോക്കാം. സോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന nmap -c അതുപോലെ -sc അതുപോലെ തന്നെ nmap -sc അതുപോലെ തന്നെ -sv ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ എനിക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്, സർവീസും അതുപോലെ അതിന്റെ വെർഷൻസും. ഇവിടെ നമുക്ക് സർവീസ് നോക്കാം. എനിക്ക് 21 FTP, അതിന്റെ വെർഷൻ ഏതാണ്, VSFTPD. അപ്പൊ ഇവിടെ എന്താണ് ഒരു പേലോഡ് സ്ക്രിപ്റ്റ് നമ്മളത് കണ്ടു. ഏതാണ് പേലോഡ് സ്ക്രിപ്റ്റ്, ബാക്ക്ഡോർ നമുക്ക് അവൈലബിൾ ആണ് മെറ്റസ്പ്ലോയിറ്റ് യൂസ് ചെയ്ത്. നമ്മൾ ഏത് പാർട്ടിലാണോ അത് കണ്ടത്, അതായത് എക്സ്പ്ലോയിറ്റിനെ കുറിച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് വെർഷൻ കിട്ടിയാലാണ് നമുക്ക് അറ്റാക്ക് പോസിബിൾ ആവത്തുള്ളൂ. നമുക്ക് വെർഷൻസ് കണ്ടുപിടിച്ച് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ക്ലിയർ ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് ബേസിക് കമാൻഡ്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ജസ്റ്റ് nmap -a IP എന്താണോ ജസ്റ്റ് എൻ്റർ ചെയ്യുക. 192.168.1.102. ഓക്കെ, 102. ഇത് അഗ്രസീവ് സ്കാൻ എന്ന് പറയും. അതായത് -a എന്ന് പറയുമ്പോൾ അഗ്രസീവ് സ്കാന്. അതായത് എന്തൊക്കെ ചെയ്യും, OS ഡിറ്റക്ട് ചെയ്യും, വെർഷൻ ഡിറ്റക്ട് ചെയ്യും, സ്ക്രിപ്റ്റ് സ്കാൻ ചെയ്യും. അതായത് നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്ത കമാൻഡിനെക്കാളും വെരി പവർഫുൾ. ഓക്കെ, ഇത് -a ഉപയോഗിക്കുമ്പോൾ ഇതെന്ന് എന്താ പറയുക, നമ്മൾ ഫ്ലാഗ് എന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞു ഫ്ലാഗ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഇതെന്താണ്, അഗ്രസീവ് സ്കാനിങ് ആണ്. ഓക്കെ, അഗ്രസീവ് സ്കാനിങ് ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് നേരത്തെ യൂസ് ചെയ്ത കമാൻഡ്സ് ഒറ്റയടിക്ക് യൂസ് ചെയ്യുന്ന പോലെ നമുക്കുണ്ടാവും. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൃത്തിക്കുള്ള റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. പോർട്ട് 21 TCP ഓപ്പൺ ആണ്, സർവീസ് FTP ആണ്, വെർഷൻ FTPD 2.3.4. ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് കണ്ടക്ട് ഈ IP അഡ്രസ്സിലേക്ക് ലോഗ്ഡ് ഇൻ ആസ് FTP, പിന്നെ സെക്ഷൻസും കാര്യങ്ങളും. ഇതിന്റെ വെർഷൻസ് സെക്യൂർ, ഫാസ്റ്റ്, സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ 22 TCP ഓപ്പൺ SSH അതിന്റെ കാര്യങ്ങളാണ്, അതിന്റെ വെർഷനും കാര്യങ്ങളാണ്. സോ അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒരു കമാൻഡും കൂടെ നോക്കാം. സോറി, ക്യാപ്സ് ലോക്ക് ആയിപ്പോയി. ജസ്റ്റ് ലാസ്റ്റ് ഒരു കമാൻഡാണ്. nmap -f നമ്മുടെ IP എന്താണ്, 192.168.1.102. ഓക്കെ, ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? സോറി, ഫ്ലാഗ് എറർ വന്നു. ജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടത്, ഞാൻ ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇതെന്തിനാന്നുള്ളത്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഫാസ്റ്റ് സ്കാൻ. നമ്മൾ ഇത്ര നേരം ചില പോർട്ട് സ്കാൻ ചെയ്യുന്ന നേരത്തെ നമുക്ക് വെയിറ്റിംഗ് വന്നിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ, ഫാസ്റ്റ്. അതായത് 100 പോർട്ട്, അതായത് എത്ര പോർട്ട്സ് ഉണ്ട് ആ 100 പോർട്ട് ഫാസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യും. കോമൺ ആയിട്ടുള്ള 100 പോർട്ട് ഉണ്ട്, ആ പോർട്ട് ഇതെന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ nmap -f ക്യാപിറ്റലാണ്, പിന്നെ നമ്മുടെ IP അഡ്രസ് എന്താണ്. സോ ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ബേസിക് കമാൻഡ്സ്. നിങ്ങൾ എന്തായാലും ജസ്റ്റ് ലിനക്സോ നിങ്ങളുടെ മെഷീൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താണ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. സോ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. സോ എല്ലാവരും ഒരു 0 ഇൻ കേസ് ഈ പഠിപ്പിക്കുന്ന ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഞാനും ഒരു 0 എന്ന് പറഞ്ഞ ഒരാളാണ്. സോ എനിക്കിവിടെ എത്തിക്കാൻ കാരണം എനിക്ക് പ്രാക്ടീസും ഓക്കെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങളും പ്രാക്ടീസ് ചെയ്തൊക്കെ ജസ്റ്റ് ഒന്ന് ബേസിക് കമാൻഡ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പം തിയറി എന്താണോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നല്ലപോലെ ഉണ്ട്. സോ ഗ്രൂപ്പിലാണെങ്കിലും എനിക്ക് പേഴ്സണലായിട്ടും കുറെ പേര് മെസ്സേജ് അയച്ചു വന്നിട്ട് പറയുന്നുണ്ട്. സോ ക്ലാസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങൾ തരുന്ന വാല്യൂബിൾ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ എൻകറേജ്മെന്റ് തരുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് ജോയിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് PDF കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് PDF അയച്ചു തരാം. അല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് ലേൺ ചെയ്യുവാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മളൊരു കാര്യം നമ്മൾ കുറച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. സോ ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എനിക്ക് DM ഒന്ന് മെസ്സേജ് അയച്ചാൽ, അല്ലെങ്കിൽ ഗ്രൂപ്പിലാണല്ലോ ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. സോ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക, ഞാൻ അതിന്റെ ടൈം പോലെ ഞാൻ മെസ്സേജ് അയക്കും. പോസിബിളി ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.